നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ. നവരാത്രിയുടെ 8ാം ദിവസമാണ് ദുർഗാഷ്ടമി, 9ാം ദിവസമായ മഹാനവമി, 10ാം ദിവസം വിജയദശമി എന്ന പേരിൽ അറിയപ്പെടുന്നു. നവരാത്രിയിലെ ദുർഗയ്ക്കായി സമർപ്പിതമായ ദിവസം, മഹിഷാസുര നിഗ്രഹത്തിനായി ഭഗവതി അവതരിച്ച ദിവസം, ആദിപരാശക്തിയെ ദുഃഖനാശിനിയായ ദുർഗാ ഭഗവതിയായി ദുർഗാഷ്ടമി ദിവസം ആരാധിക്കുന്നു. സകലതും ഭഗവതിക്ക് കാണിക്ക വയ്ക്കുന്ന ദിനം. അന്ന് നടത്തുന്ന ദേവി പൂജകൾ, പ്രാർത്ഥനകൾ തുടങ്ങിയവ ഭയങ്ങളും ദുഃഖങ്ങളും ആപത്തുകളും അകറ്റും എന്നാണ് വിശ്വാസം. ദുർഗാഷ്ടമി നാളിൽ വൈകുന്നേരം തൊഴിലാളികൾ പണിയായുധങ്ങളും, എഴുത്തുകാരും ഉദ്യോഗസ്ഥരും പേനയും, കുട്ടികൾ പാഠപുസ്തകങ്ങളും ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കണം എന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസത്തിന് ആയുധ പൂജ അല്ലെങ്കിൽ പൂജവെപ്പ് എന്ന പേര് ലഭിച്ചു. ഭഗവതി ക്ഷേത്രങ്ങൾ വിശേഷ ദിവസമാണിത്. സർവ്വതിൻ്റെയും കാരണഭൂതയായ ജഗദീശ്വരുടെ മുൻപിൽ എല്ലാം സമർപ്പിച്ച് വിനീതനായി വീണ്ടും അമ്മയുടെ അനുഗ്രഹത്തോടെ ജീവിത വിജയത്തിനായി പുതുതായി എല്ലാം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം. പൂജവെപ്പിൻ്റെ 2ാം ദിനമാണിത്. പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്ര ദർശനവും നടത്താൻ വിശേഷപ്പെട്ട ദിവസം. പരാശക്തിയെ ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ആരാധിക്കുവാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ദിവസം. അന്നത്തെ ഭഗവതി പൂജ ഐശ്വര്യവും ദുഃഖമോചനവും പ്രദാനം ചെയ്യുന്നതും ഏറ്റവും പുണ്യകരവും കൂടിയാണ് എന്നാണ് വിശ്വാസം. അന്ന് ദേവീ സ്തുതികൾ ജപിക്കുന്നതും വെറുതെ കേൾക്കുന്നതുപോലും വിശേഷമാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം, കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവയുടെ ജപത്തിന് വിശേഷ ദിവസമാണിത്. ഈ ദിവസം രാത്രി കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം നടക്കുന്നു. കന്നി വെളുത്ത പക്ഷത്തിലെ ദശമി, നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. പരാശക്തിയുടെ വിജയസൂചകമായ ഈ ദിനം വിശ്വാസികൾ അതിപ്രധാനമായി കരുതുന്നു. അന്ന് പ്രഭാതത്തിൽ പൂജ വെച്ച പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും ഭഗവതിയുടെ പ്രസാദമായി സങ്കല്പിച്ച് തിരികെ എടുക്കുന്നു. വിദ്യയ്ക്കും ഐശ്വര്യത്തിനും സർവ്വവിജയത്തിനും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകൾ, പൂജകൾ എന്നിവ നടത്തുന്നു. കേരളത്തിൽ അന്ന് പ്രഭാതത്തിൽ മഹാസരസ്വതി പൂജ, കുട്ടികളുടെ വിദ്യാരംഭം എന്നിവ നടക്കുന്നു. ദേവീക്ഷേത്രങ്ങളിൽ ഭഗവതിയെ അന്ന് മഹാസരസ്വതിയായി അണിയിച്ചൊരുക്കി ആരാധിക്കുന്നു. വിശ്വാസികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും അന്ന് തന്നെ. സമസ്ത സത്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളാണിത്. വിദ്യാരംഭം മുതലായ ശുഭകർമ്മങ്ങൾ അന്ന് ആരംഭിക്കുന്നു. പരാശക്തിയെ അന്ന് മഹാസരസ്വതിയായി, മഹിഷാസുര മർദ്ദിനിയായി, സിദ്ധിദാത്രിയായി ആരാധിക്കുന്നു.